അമ്മാമനെ കണ്ടത് മുതല് എനിക്കിന്റെ മുത്തശ്ശിന് ഓർമ്മ വരിക. എവിടെ തലയിൽ പേരിന് പോലും ഒരു ഇരില്ല. അമ്മാമ്മയുടെ തലയ്ക്ക് ചൂടായതുകൊണ്ട് പേനൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. ഈശ്വരാ, ദേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം. ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങുക. ഇവിടെ പാടാ. പേൻ കാണണമെങ്കിൽ എൻ്റെ അമ്മയുടെ തലയില് മുടിയൊന്ന് മാറ്റിയ മതി. പേനിന്റെ ചാകരയാ ചാകര. ആ ചാകര ഞങ്ങളുടെ കടലിലുണ്ടായിരുന്നെങ്കിൽ എനിക്കെന്റെ മാലുവിനെ വിട്ട് പോരണ്ടായിരുന്നു. നിന്റെ മാലുവിനെ നിനക്ക് അത്രക്ക് ഇഷ്ടായിരുന്നു? ഇഷ്ടായിരുന്നു, ഒരുപാട് ഇഷ്ടായിരുന്നു. പക്ഷേ ഞാൻ ശാപമാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോ അവള് പോലും ഒരു വാക്ക് തീർത്ത് പറഞ്ഞില്ല. ഞാൻ കടലിലേക്ക് പോയപ്പോ കാത്തിരിക്കാന്നൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല. എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവളും എന്നെ വെറുത്തു. അതാ എനിക്ക് സങ്കടായത്. ആദത്തിന് പർദീസ നഷ്ടപ്പെടാൻ കാരണമായതും ഹവ്വ തന്നെയാ. മാലുവിന്റെ കാര്യം പറയുമ്പോ അതിന്റെ ഇടയിലേക്ക് എന്തിനാ വെറുതെ ഹവ്വയെ വലിച്ചടക്കണത്? ഓ, നീ വേറെ ജാതിയാണല്ലോ. ഞങ്ങളുടെ ഹവ്വനെ നിനക്ക് പിടിക്കില്ലല്ലോ. അമ്മമ്മ അങ്ങനെ പറയരുത്. എല്ലാ മതങ്ങളും ഒന്നാ, എല്ലാ ദൈവങ്ങളും ഒന്നാ. ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു, ക്രിസ്തുവിൽ ക്രിയുണ്ട്. ഞങ്ങളുടെ കൃഷ്ണൻ, കൃഷ്ണനിലെ ക്രിയുണ്ട്. പിന്നെ മുസ്ലിങ്ങളുടെ അയ്യടാ മുക്രിയിലെ ക്രിയുണ്ട്. ഞങ്ങളുടെ കൃഷ്ണൻ കാളീനെന്ന പാമ്പിന്റെ നിറകുന്തലിൽ ചവിട്ടി. നിങ്ങളുടെ ഗീവർസുനാലും പാമ്പിന്റെ വായിൽ കോലിട്ട് കൊത്തി. കുന്തം എന്ത് തേങ്ങാപ്പൂരാണെങ്കിലും കുത്തോണ്ട് പാമ്പിനല്ലേ. അമ്മമ്മയുടെ എനിക്കൊന്ന് പറയാനുള്ളൂ. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംസ്ഥാന സമ്മേളനം വല്ല മനസ്സിലായോ? ഇല്ല. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളൊന്നും വേണ്ട പോണ്ട, നമുക്ക് കടലിൽ തിരയണിരിക്കാം. താനെന്താ ഫാൻസി ഡ്രസ് കളിക്കാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തന്റെ ഈ മാതിരി വേഷം കിട്ടുന്ന ഇവിടെ നടക്കില്ല. ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം, അല്ലാതെ രണ്ടും കെട്ട ജന്മാവരുത്. ഇവിടെ ഞങ്ങൾക്ക് അല്പം മാന്യത അന്തസ്സൊക്കെ ഉണ്ട്, അത് ഇയാളായിട്ട് കളഞ്ഞു കുളിക്കരുത്. വന്ന് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, ചട്ടയും മുണ്ടോട്ട് നടക്കണു വൃത്തികേട്ടാ. റോസിക്ക് എന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. റോസിക്ക് അറിയാമോ, അമ്മമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രാ ഞാൻ ഈ ചട്ടമുണ്ട് എടുത്ത് കൊടുത്തത്. ഭ്രാന്തുള്ളൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ? അമ്മമ്മ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഭ്രാന്ത് കൂടി അത് ഹാർട്ട് അറ്റാക്കായി കരളിനെ ബാധിച്ചാൽ. അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ വിട്ടിട്ട് പീഡിപ്പിക്കല്ലേ. എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ജോൺഫിയുടെ ഡ്രസ്സ് എടുത്തതിന് ഫ്രണ്ടി പറഞ്ഞിട്ട് റോസ് എനിക്ക് തന്നോ? എന്നെ ഒരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഒരു സിസ്റ്ററായിട്ട് കണ്ടൂടെ? അതെങ്ങനെയാ? ഞാനൊരു അനാഥയാണല്ലോ, ആർക്ക് വേണേലും എന്നിട്ട് തട്ടി കളിക്കാം. ഇനിയും എന്നെ കുത്തുവാക്ക് പറഞ്ഞ റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരി റോസി അത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുകയും ചെയ്യും. നോക്കിക്കോ. ഇയാള് കരയണ്ട, ഇനി ഞാനൊന്നും പറയില്ല. ഒന്നുമില്ല, പറ്റിച്ചതാ.